തിരുവനന്തപുരം ബാലരാമപുരത്തെ ഒരു സ്കൂൾ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വിജയാഘോഷത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. ഈ വിജയാഘോഷം വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള സംഘർഷത്തിൽ കലാശിച്ചു. വിദ്യാർത്ഥികൾക്കും ഒരു പോലീസുകാരനും ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. ബാലരാമപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തെരഞ്ഞെടുപ്പിനിടെയായിരുന്നു SFI KSU പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായത്. ഫലപ്രഖ്യാപനം വന്ന് SFI വിജയിച്ചതോടെ പ്രചരണ വാഹനം KSU പ്രവർത്തകർക്കിടയിലേക്ക് കൊണ്ടുപോയെന്നാരോപിച്ചാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. കല്ലേറിലാണ് പോലീസുകാരനായ അനിൽ, വിദ്യാർത്ഥികളായ സജീർ, സ്വരൂപ്, അഞ്ജിത്ത് എന്നിവർക്ക് പരിക്കേറ്റത്. വിവരങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ഈ ക്യാമ്പസ് കോളേജുകളിലെ തെരഞ്ഞെടുപ്പ് അത് വലിയ സംഘർഷത്തിൽ കലാശിക്കുന്ന പല സംഭവങ്ങളും നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുള്ളതാണ്. ഇതൊരു സ്കൂൾ തെരഞ്ഞെടുപ്പ് ഈ രീതിയിൽ സംഘർഷത്തിലേക്ക് നീങ്ങുന്നു. പുറമേ നിന്നുള്ള ആളുകൾ, അതായത് വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കൾ പുറമേ നിന്ന് എത്തിയതാണോ ഈ സംഘർഷത്തിന് കാരണമായത്? തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ ഒരു അസാധാരണ ഒരു സംഭവം തന്നെയാണ് ബാലരാമപുരത്ത് അരങ്ങേറിയത്. ഈ സൂചിപ്പിച്ചതുപോലെ ബാലരാമപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വിദ്യാർത്ഥികളുടെ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു, സ്കൂൾ തിരഞ്ഞെടുപ്പായിരുന്നു ഈ ഒരു വിഷയത്തിലേക്ക് എത്തിയത്. സൂചിപ്പിച്ചതുപോലെ പോലീസുകാരൻ ഉൾപ്പെടെ 3 പേർക്കാണ് പരിക്കേറ്റത്. ഈ പറയുന്ന മനസ്സിലാക്കാൻ കഴിഞ്ഞതനുസരിച്ച് ഈ പറയുന്ന സ്കൂളിന് മുന്നിൽ ഇരു വിഭാഗങ്ങളും KSU SFI വിഭാഗങ്ങൾ തമ്മിൽ ആയിരുന്നു ഉണ്ടായ ഒരു സംഘർഷമാണ് ഈ ഒരു ആക്രമണത്തിലേക്കും ഈ പരിക്കിലേക്ക് കലാശിച്ചത്. ഇവർ ഇരു വിഭാഗങ്ങളും തിരഞ്ഞെടുപ്പ് ഫലം വരുന്ന സമയത്ത് 2 സ്ഥലങ്ങളിൽ നിൽക്കുകയായിരുന്നു. അതേസമയം SFI പ്രവർത്തകർ ഒരു പ്രചരണ വാഹനം ഇവിടെ കൊണ്ടുവന്നിരുന്നു. ഫലപ്രഖ്യാപനത്തിൽ SFI പ്രവർത്തകർ വിജയിച്ചതോടെ ഈ വാഹനം KSU പ്രവർത്തകർ എന്ന ഭാഗത്തേക്കിലൂടെ സഞ്ചരിക്കുന്നതിലൂടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത് വാക്കേറ്റത്തിനും കയ്യാങ്കളിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് ബാലരാമപുരം സ്റ്റേഷനിൽ നിന്ന് കൂടുതൽ പോലീസ് സ്ഥലത്ത് വിന്യസിക്കുകയായിരുന്നു. എന്നാൽ ഇതൊരു കല്ലേറിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയുണ്ടായി. അതിൽ അനിൽ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ തിക്കും തിരക്കിൽപ്പെട്ട അദ്ദേഹത്തിന്റെ കാലിന് ഗുരുതരമായി പരിക്കേറ്റു. അദ്ദേഹം ഇപ്പോൾ നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയാണ്. അതേസമയം കല്ലേറിലാണ് ഈ പരിക്കേറ്റ 3 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റത്. സജീർ, സ്വരൂപ്, അഞ്ജിത്ത് എന്ന് പറയുന്ന 3 വിദ്യാർത്ഥികൾക്കായിരുന്നു ഈ കല്ലേറിൽ പരിക്കേറ്റതെന്നാണ് അറിയുന്നത്. എന്തായാലും സൂചിപ്പിച്ചതുപോലെ കലാലയങ്ങൾ നടക്കുന്ന ഒരു ആക്രമണങ്ങൾ ഉണ്ടാവും. പക്ഷെ അസാധാരണമാണ് ഈ സ്കൂൾ പശ്ചാത്തലം. കാരണം സ്കൂളിലൊക്കെ ധാരാളം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്, അധ്യാപകർ നിയന്ത്രണം എടുത്തിട്ടുണ്ടെങ്കിലും അതെല്ലാം കൈവിട്ടുകൊണ്ട് പുറത്തു നിന്നുള്ള മുതിർന്ന പ്രവർത്തകരുടെ ഇവരൊക്കെ പിന്തുണയായി എത്തുന്നതാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിലേക്ക്, കയ്യാങ്കളിലേക്ക് എത്തുന്നതെന്നുള്ള ആരോപണവും നിലനിൽക്കുന്നുണ്ട്. വ്യക്തമാണ്. അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്.